എടാ ഞാൻ ഡൗട്ട് ചോദിക്കട്ടെ, കാലം കഴിയുന്തോറും ഞാനെന്താ ചെറുതായി വരുന്നെന്നാണോ? അതല്ല. എന്നാ ചോദിക്കും, ഇന്നത്തെ പിള്ളേർക്ക് എന്നെ പറ്റി എന്തെങ്കിലും ധാരണ ആണോ? എവിടുന്ന്? പിള്ളേരുടെ മൊബൈലിലും കമ്പ്യൂട്ടറിലും ഒക്കെ മോസ്റ്റ് മോഡേൺ ഗെയിമുകൾ കിടക്കുമ്പോഴാണ് ഏടെ ഒരു കട്ടക്കളി. താനങ്ങനെ അവനെ കളിയാക്കൊന്നും വേണ്ട. ഇപ്പോഴത്തെ പിള്ളേർക്ക് ചിലപ്പോൾ അവനെ അറിയില്ലായിരിക്കും, പക്ഷെ 90s കിഡ്സിൻ്റെ താരമായിരുന്നു അവൻ. ഇന്ന് ആരുടെയെങ്കിലും കയ്യിൽ ഞാൻ കാണുമെന്നു നിങ്ങൾക്കറിയാവോ? 90s കിഡ്സിൻ്റെ ഫേവറേറ്റ് പെന്നായിരുന്നു ഞാൻ. എന്നോട് അസൂയുള്ളവർ ഇങ്ങനൊന്നും അല്ലെന്നൊക്കെ പറയും, പക്ഷെ ഞാനായിരുന്നു എല്ലാവരുടെയും ഫേവറേറ്റ്. പിന്നെ എന്നെ കൈ കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ ഗ്രിപ്പ് വലിച്ചൂരില്ലെങ്കിൽ ഉറക്കം വരാത്തവന്മാരൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ. അതൊക്കെ ആലോചിക്കുമ്പോൾ ഒരു രസം. ഇപ്പോഴത്തെ പിള്ളേർക്ക് എല്ലാത്തിനും ആ ടെലിഗ്രാം ഉണ്ടല്ലോ. പണ്ട് ഏതെങ്കിലും സിനിമയോ ഏതെങ്കിലും സോഫ്റ്റ്വെയറോ ഇറങ്ങുവാണെങ്കിൽ എല്ലാ എണ്ണം എൻ്റെ അടുത്തോട്ട് ഓടി വരുമായിരുന്നു. പൈറസി, പിള്ളേരെ വഷളാക്കാനായിട്ട്. അതൊക്കെ ഞാൻ എന്നെത്ര മിതമായ നിരക്കിലാണ് പിള്ളേരെ സിനിമയൊക്കെ കാണിച്ചുകൊണ്ടിരുന്നത്. ഇന്നും ചിലപ്പോൾ 90s കിഡ്സിൻ്റെ മച്ചിമ്പുറത്ത് ഞാൻ കാണും. നിങ്ങൾക്കൊരു കാര്യം അറിയോ? ഇന്നത്തെ ചാനലിലെ വാർത്തകളും പിന്നെ സീരിയൽ എന്നും പറഞ്ഞ് കാട്ടിക്കൂട്ടുന്നവരെന്നൊക്കെ കാണുമ്പോൾ എന്നോട് തന്നെ ബഹുമാനം തോന്നാറുണ്ട്. അങ്ങനെയാണ് എനിക്കും ചിലത് പറയാനുണ്ട് ആശാനെ. ഒരു തലമുറയെ മുഴുവൻ ഉച്ചയ്ക്ക് 12 മണിയാകുമ്പോൾ ഞാൻ TV മുന്നിൽ എത്തിച്ചിട്ടുണ്ട്. ഞാനും അങ്ങനെ കേട്ടു. പക്ഷെ എത്ര മണിക്കാണ് ഞാൻ വന്നുകൊണ്ടിരുന്നെന്ന് ഞാൻ മറന്നു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? തനിക്ക് ഇവരോടൊന്നും പറയാനില്ലേ? എനിക്കെന്തേലും പറയണമെന്നുണ്ട്, പക്ഷെ പണ്ട് ഞാൻ കൊടുത്ത ടാറ്റു ഒട്ടിച്ച് അറക്കണ്ടൊക്കെ ക്യാൻസർ വന്നെന്ന് ഏതോ ഒരുത്തം പറഞ്ഞുണ്ടാക്കി. അതിൻ്റെ പേരിൽ ഇപ്പോഴും വരെന്നെ കളിയാക്കും. വീട്ടുകളാ, പഴയ കാര്യമല്ലേ. അതൊക്കെ പോട്ടെ, ഈ ടാറ്റു ഒട്ടിച്ച് എത്ര പേർക്ക് ക്യാൻസർ വന്നിട്ടുണ്ട്? പണ്ട് എല്ലാവരോടും ഒത്തുകൂടുമ്പോൾ കളിക്കുന്ന ഫേവറേറ്റ് ഗെയിമായിരുന്നു ഞാൻ. കളി ഭയങ്കര ആവേശത്തിലായി ഒരാൾ ജയിക്കാറാകുമ്പോൾ എൻ്റെ ഒരു പാമ്പുണ്ട്, അതിനെ ഞാൻ അങ്ങ് ഇറക്കി വിടും. അതാ ജയിക്കാറായ ആളെ അങ്ങ് വീഴുന്നു. അതൊക്കെ ഒരു കാലം. ഇപ്പോഴത്തെ പിള്ളേർക്ക് ഇതുവല്ലോ അറിയാവോ? എപ്പോഴും റീൽസ് തന്നെ. താൻ പാമ്പിനെ വെച്ച് വിഴുങ്ങിച്ച കഥ പറഞ്ഞുകൊണ്ട് ഞാൻ ഒരു കാര്യം പറയാം. ആപ്പിൾ തിന്നുന്ന പാമ്പ് ആ ഗെയിം കളിക്കാത്ത ഏതെങ്കിലും 90s കിഡ്സ് കാണുമോ? ഇല്ലെങ്കിൽ ഇവർ പറയട്ടെ. ഇന്ന് ഞാൻ ഓൺലൈനിൽ അവൈലബിൾ ആണെങ്കിലും പണ്ടത്തെ പിള്ളേരുടെ ആവേശമൊന്നും ഇപ്പോഴത്തെ പിള്ളേർക്കില്ലെന്നേ. പണ്ട് ഓരോ ആഴ്ചയും എന്നെ ആവേശത്തോടെ വായിക്കാൻ എത്ര കുട്ടികളാണ് ഉണ്ടായിരുന്നത്. തന്നെ മാത്രമല്ല, എന്നെ പിള്ളേർ കാത്തിരിക്കാറുണ്ടായിരുന്നു. ഇപ്പോഴത്തെ പിള്ളേർക്ക് എന്നെ ഓർമ്മ ഉണ്ടാവുമോ? നീ ഏതാ? ശരി, അപ്പോൾ നിങ്ങൾക്കും എന്നെ ഓർമ്മയില്ലേ? ഒരു ക്ലൂ തരാമോ? അത് ഒരാളെ മേടിക്കുമ്പോൾ എന്നെ ഫ്രീ ആയിട്ട് കൊടുത്തോണ്ടിരുന്ന. എനിക്ക് മനസ്സിലായി. ബൂസ്റ്റ് അല്ലേ? അവരല്ല. അല്ലേ? സാധാരണ അവരാണല്ലോ ഇങ്ങനെ ഓരോന്ന് കൊടുക്കുന്നത്. സുല്ലു, എനിക്കറിഞ്ഞുകൂടാ. ആരാ എന്നെ എങ്ങനെ കിട്ടിയെന്ന് ഓഡിയൻസ് പറയട്ടെ. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്നെ എവിടുന്നാണ് കിട്ടിയെന്ന്? സത്യം പറഞ്ഞാൽ ഇന്ന് പലർക്കും നമ്മൾ ആരാണെന്നോ എന്തായിരുന്നെന്നോ എന്ന് പോലും അറിയില്ല. അതങ്ങനെയാണല്ലോ. കാലം കഴിയുന്തോറും പുതുതായി ഓരോന്ന് വരുമ്പോൾ പഴയനെ എല്ലാവരും പതിയെ മറക്കും. അതും ശരിയാ. ഇപ്പോൾ ട്രെൻഡിങ്ങിനുള്ള പല കാര്യങ്ങളും ഒരു സമയം കഴിയുമ്പോൾ നൊസ്റ്റാൾജിയായി മാറും, അല്ലേ? എന്നാൽ തന്നോട് ഞാൻ ഒരു കാര്യം പറയട്ടെ. എല്ലാവരുടെയും ഫേവറേറ്റ് നൊസ്റ്റാൾജിയ കമൻറ്റ് ബോക്സിലുണ്ടെന്നായിരിക്കും. അതൊന്നുമല്ല. പിന്നെ അത് തൻ്റെ ടാറ്റു ഒട്ടിച്ച് എത്ര പേർക്ക് ക്യാൻസർ വന്നിട്ടുണ്ട്?